ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും പരിസരവും. അപ്പം ടൂൺ മറ്റേ സിനിമയിൽ പറയും പോലെ തെറ്റിയിൽ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ ഗ്രാമം. ഒരു ക്ലോസ് റൗണ്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ കുളമൊക്കെ കണ്ടാലോ. അപ്പോൾ ശരിക്കും ഇതാണ് നമ്മൾ ഇതുവരെ വണ്ടി വരുള്ളൂ. അപ്പോൾ ഇവിടെ ചൂണ്ടായിട്ടുണ്ട് നിൽപ്പുണ്ട്. ഇവൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇവിടെ കൂടി ഇതാണ് നമ്മുടെ ഇവിടുത്തെ അംഗൻവാടി എന്ന് പറയുന്നത്. ഇവിടെ കൂടെ നടന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതാണ് നമ്മൾ അടുത്ത വഴി എന്ന് പറയുന്നത്. അത് ശരിക്കും കുളത്തിൻ്റെ അവിടെ കൂടെ ചുറ്റിയാണ് പോകാനുള്ളത്. ശരിക്കും നമുക്ക് വഴിയില്ല. നമ്മൾ വഴിയില്ലാതെ ഇങ്ങനെയാണ് പോകണം. ഭാവിയിൽ ചിലപ്പോൾ മേ ബി നമുക്ക് സ്ഥലം വാങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും വഴിയാക്കാം. പക്ഷേ ഇപ്പം നമുക്ക് പോകാൻ ഇതാണ് വഴി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണം. ഗൈസ്, എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ഞാൻ കാട്ടിലാണ് താമസിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ കാണിച്ചു തരാം എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. അപ്പോൾ ഇങ്ങനെ പോയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ ഒന്നൊരുത്തിനെ കാണാനില്ല. നെക്സ്റ്റ് നമ്മളുടെ വീട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഞാൻ പറയുന്ന പോലെ അതാണ് എൻ്റെ വീട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആരും ശല്യപ്പെടുത്താതെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ താമസിക്കുന്നത്. ശരിക്കും ലൈഫ് ലോങ് എനിക്ക് ഇവിടെ താമസിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മളെ മലയാളി വൈബ് അറിയാമല്ലോ, കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കെട്ടിയവൻ്റെ വീട്ടിലെന്ന് പറയും പോലെ ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല. വീട്ടിലെ വഴിയിലോട്ട് പോവാം. അപ്പം ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളെ വീട് വന്നിട്ട് അവിടെയാണ് നമ്മളെ വീട്. പിന്നെ ഇതാണ് നമ്മുടെ വഴി. ഇതാണ് നമ്മുടെ വഴി. ഈ കുരുപ്പിൻ്റെ വീഡിയോ പറഞ്ഞുണ്ട് കേട്ടോ. ഈ കുരുപ്പിൻ്റെ വീഡിയോ പറഞ്ഞതിന് മുന്നെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കുരുപ്പിൻ്റെ ഒരു ചൂണ്ടയിടൽ വീഡിയോ വരുന്നുണ്ട്. ഇത് നമ്മളെ മുത്താണ്, എൻ്റെ മുത്ത്. എനിക്ക് പാവം വീഡിയോ ഒക്കെ എടുത്തു തരും, ഫോട്ടോസൊക്കെ എടുത്തു തരും. അപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മളെ ശരിക്കും വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരിതെന്ന് പറയണം. അവിടെ ആയിട്ടാണ് വീട്. ഇവിടെ ചുറ്റുപാടും വീടൊന്നുമില്ല. അപ്പം നിങ്ങളൊരു കുളം കണ്ടല്ലോ, പുറകിൽ നിന്ന് വരുന്നത് എൻ്റെ കുരുട്ടാണ്. എൻ്റെ ചേട്ടൻ്റെ മോനാണ്, വലിയമ്മയുടെ മോൻ്റെ കൊച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ശരിക്കും വഴിയില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ശരിക്കും നമുക്കിവിടെ വഴിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും സോനു. ഇതാണ് എൻ്റെ വീട്. ഹോം ടൂർ ഒന്നും കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീടെന്ന് പറയുന്നത്. ഫ്രണ്ട് എൻ്റെയും എൻ്റെ അമ്മയുടെയും സ്വത്താണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആട്ടുകുട്ടികളും മുയലുകളും ഒക്കെ പക്കാ നാട്ടിൻപുറമാണ്. പുറത്ത് പക്കാ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ പക്കാ നാട്ടിൻപുറം. ഇതിൽ നമുക്ക് വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ നിങ്ങൾ, ഇവന് മുടിയില്ല. ഇത് അയ്യോ നമ്മളെ ചീറ്റ് തറയെ വീഴുമെന്തോ വേടിച്ചാട്ടോ എടുക്കാത്ത. കാതി പിടിച്ച് വേണം എടുക്കാൻ. കണ്ടോ, ഇവന് മുടിയില്ല. എന്താണെന്നറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത് ഒരു സെറ്റ് ആൾക്കാരാണ്. അടുത്ത് പരിചയപ്പെടുന്നത്. വീടൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. കാരണം ശരിയാക്കിയിട്ടില്ല. 7-8 വർഷങ്ങൾക്ക് മുമ്പേ വെച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നതാണ്. ഇത് അടുത്ത് കാണേണ്ട ഒരാൾ. ഇതാണ് നമ്മളെ ചുണ്ടരൻ. പേരിട്ടിട്ടില്ല, പക്ഷേ ആൾ മടി കിടക്കാനൊക്കെ വരും. ഞാനും അമ്മയൊക്കെ ആയിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. ചുണ്ടരനാണ് എൻ്റെ ചുണ്ടരൻ. ഒരു ഹായ് പറ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പെറ്റായിട്ടുള്ളത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി ഒരാളും കൂടെ ഉണ്ട്, നമ്മളെ കുട്ടു. അവനാണ് കുട്ടു, പക്ഷെ അവൻ ഇല്ല. എപ്പോഴെങ്കിലും അവനെ കാണുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇവിടെ നിന്ന് പിന്നെ ഈ ഗേറ്റ് തുറന്ന് വെളിയിലോട്ടിറങ്ങിയാൽ ശരിക്കും എൻ്റെ എക്സ്പ്രഷൻ വേണം. എൻ്റെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിലേ ഈ വീഡിയോയ്ക്ക് ഒരു ഗത്തുള്ളൂ. ബിക്കോസ് എനിക്ക് എൻ്റെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരും കാണൂല എന്നൊക്കെ. പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് താമസിക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലാണോ താമസിക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ടൂൺ അതിസുന്ദരമായ മനോഹരമായ ഗ്രാമം. അപ്പോൾ അവിടെ വന്നിട്ട് റെയിൽവേ ആണ്. ഇവിടെയാണ് നമ്മളെ വീട് വരുന്നത്. വളരെ ദൂരം കുറവാണ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ ടെറസിൻ്റെ വരെ പോയിട്ട് ഈ വ്യൂ അത്രയും ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ദൂരത്ത് നിന്ന് കളിക്കണേണ്ട. അവൻ ഫുള്ള് ഡ്രസ്സൊക്കെ മാറി വന്ന് തവിയും എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നത്തെ കാലത്ത് പിള്ളേർ
ഇങ്ങനെ കളിക്കുന്നത് കാണുന്നത് കുറവാണ്. ഇതാണ് നമ്മുടെ വീട്, അങ്ങാണ് നമ്മുടെ വീടിരിക്കുന്നത്. ഇത്രയും ദൂരം വീടൊന്നുമില്ല, ഇത്രയും ദൂരം വീടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ റെയിൽവേ ആണ്. ഇവിടെ ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മേ ബി ഒരു 2 days കഴിയുമ്പം ഇതാ ഈ സ്ഥലം വരെ ഞാൻ കാണിച്ചു തരാം, നികത്തിയിട്ട് വരും. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടൊക്കെ പോയി വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ ഇന്ന് അവർ വർക്ക് കിടക്കുന്ന ദിവസം, അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് നമുക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ സ്ഥലമൊക്കെ കണ്ടല്ലോ. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തായിരുന്നാലും ഞാൻ പഠിക്കുമ്പോഴായിരുന്നാലും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും വീട് എങ്ങനെയാണ്, വീടിൻ്റെ അവിടുത്തെ സ്ഥലമൊക്കെ എങ്ങനെയാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഭയങ്കര ബ്യൂട്ടി. പക്ഷേ ഫോട്ടോ ജനിക്കാണോ സ്ഥലമൊന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ജീവിക്കാൻ ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു പ്ലേസാണ്. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കാനാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള വീടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിക്ക് താമസിക്കായിരുന്നു. പക്ഷെ നമ്മൾ പണ്ട് ചെറ്റക്കുള്ളിൽ കിടന്നതിനെക്കാട്ടിലും ഇതെനിക്ക് സ്വർഗം തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കണ്ടോ, ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും ബ്യൂട്ടി എൻ്റെ സ്ഥലത്തിനുണ്ടെന്ന് ഞാൻ ഈ ഫോണിൽ കൂടെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ ടെറസിൻ്റെ ഉയരെ പോയിട്ട് അവിടെയുള്ള വ്യൂസ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ഞാൻ ടെറസിൻ്റെ ഉയരെ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് മുതുക്കായുള്ള കുഴപ്പം, എന്നെ ഓരോരുത്തരും കൊണ്ടുപോയില്ല. അപ്പുറത്ത് അവിടെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല. സാരമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് വീടിൻ്റെ താഴോട്ടുള്ള സ്ഥലം എന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി ഇതുവഴി പോയി അപ്പുറത്ത് പോകണം. ഇവിടെ താഴെ ഫുള്ളായിട്ട് ഇപ്പം നമുക്കിവിടെ മരിച്ചിനി കൃഷിയാണ്. മരിച്ചിനിയും ബാക്കിൽ കണ്ടോ വാഴയുണ്ട്. അപ്പം ഇവരിങ്ങനെ ഓരോ സീസണായിട്ടാണ് ഇടുന്നത്. ഇപ്പം ഇവർ മരിച്ചിനി ഇട്ടാൽ ചിലപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ ഇവിടെ മരിച്ചിനി തന്നെ ഇടും, അടുത്ത് വാഴ വയ്ക്കും. അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചിലർ കമൻ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 2 പേരാണ് എൻ്റെ അച്ഛന്. അപ്പം അതിന് എനിക്ക് പകരം വാഴ വെച്ചാൽ മതിയായിരുന്നെന്ന് കമൻ്റ് ഇടുന്നവർ കമൻ്റ് ഇട്ടാലോ. ഈ സൈഡ് എത്തിയിട്ടുണ്ട്. നമുക്കിനി ടെറസിലോട്ട് പോവാം. അപ്പോൾ പടി കയറണമെന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുവഴി കയറി ചെന്നെത്തുന്നത് ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടതുപോലെ അടിപൊളിയൊരു സ്ഥലത്തോട്ടാണ്. ഇവിടെ കിടന്ന അശയൊക്കെ ഞാൻ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനിങ്ങനെ തൂത്ത് പറക്കിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കൊരു പ്ലാന്റിങ് പരിപാടിയുണ്ട്. അങ്ങനെയാണ് ഇത് ഇത്രയും കണ്ടോ. നമ്മളെ ബോഗൻവില്ലയിൽ ആദ്യമായിട്ട് പൂ വന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇത് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ചെടി പടർത്തി വിടാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സെറ്റിലാക്കി ഇട്ടിരിക്കുന്നതാണ്. മേ ബി ഭാവിയിൽ ഇവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്യുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ അല്ലല്ലോ താമസിക്കേണ്ടത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അതിനുള്ള സാമ്പത്തികവും എല്ലാം തന്നാൽ കുറച്ചും കൂടെ വീട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തളർന്ന് ഇത്രയും ദൂരം നടന്നത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, അത്രയും ലോങ് വീഡിയോ ആയതുകൊണ്ട്. അത് നമുക്ക് സെക്കൻഡായിട്ട് അപ്ലോഡ് ചെയ്യാം. ആ റെയിൽവേയിൽ നടക്കുന്ന പണിയും അവിടെ കുറച്ച് നല്ല വ്യൂ ഉണ്ട്. ശരിക്കും ട്രെയിന് പോകുമ്പോഴാണ് കാണാൻ ഭയങ്കര അടിപൊളി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനലിൽ. ലോങ് വീഡിയോ സാധാരണ ഷോർട്ട് വീഡിയോസാണ് ഒരുപാട് റീച്ച് ആവുന്നതും ഒരുപാട് ആൾക്കാർ കാണുന്നതും. ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 10 പേരെങ്കിലും കാണും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.